നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം തരംഗമായിട്ടുള്ള ഒരു ഷോപ്പിംഗ് ആപ്പാണ് ഷോപ്സി എന്ന് പറയുന്നത്. അതായത് നമ്മൾ എല്ലാവരും യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ സാറ അലിഖാന്റെ ₹5 സാധനം വാങ്ങിക്കാം, ലൂഡ് സ്റ്റോഴ്സ് ഉണ്ട്, 45 റുപ്പീസിന്റെ ലൂഡ് സ്റ്റോഴ്സ് ഉണ്ട്, 95 റുപ്പീസിന്റെ ലൂഡ് സ്റ്റോഴ്സ് ഉണ്ട്. ഹൈഫൈ വാങ്ങിച്ചിട്ട് വളരെ തുച്ഛമായ പൈസയ്ക്ക് നമുക്ക് നല്ല നല്ല സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ആ ആപ്പ് റിയൽ ആണോ ഫേക്ക് ആണോ, നിങ്ങൾക്ക് സാധനം നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് കയ്യിൽ കിട്ടുമോ എന്നൊക്കെ അറിയാനുള്ള ഒരു വീഡിയോ ആട്ടോ. അപ്പൊ എന്റെ പേര് വർഷ. ഒട്ടും സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഷോപ്സി എന്ന് പറയുന്നത് ഇന്ത്യൻ ഷോപ്പിംഗ് ആപ്പ് ആയിട്ടുള്ള ഫ്ലിപ്കാർട്ടിന്റെ ഒരു സൈഡ് ആപ്പാണ്. അതിൻ്റെ അകത്തൂടെ അവർ ഭയങ്കരമായിട്ട് ഓഫർ കൊടുക്കും. ഈ ഫ്ലിപ്കാർട്ടിലൂടെ തന്നെ ഈ ₹1 രാത്രി മിഡ് നൈറ്റ് ഓഫേഴ്സ് ഒക്കെ ഇല്ലേ എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ അകത്ത് ഭയങ്കര എക്സ്ട്രീം വിലക്കുറവിലാണ് അവർ സാധനങ്ങൾ വിൽക്കുന്നത്. അതിൻ്റെ അകത്ത് ലൂഡ് സ്റ്റോഴ്സ് ഉണ്ട്. അതായത് ₹5 ലൂഡ് സ്റ്റോറൊക്കെ എല്ലാ നേരവും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ആക്സസ് ചെയ്ത അതേ സമയത്ത് തന്നെ നമ്മളത് കാർട്ടിലിട്ട് ഓർഡർ പ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സാധനം കിട്ടത്തുള്ളൂ. പിന്നെ ഈ വീഡിയോ ഞാൻ ഈ സംഭവം ട്രൈ ചെയ്ത് എൻ്റെ കയ്യിൽ പ്രൊഡക്റ്റ് വന്നിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2-3 പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തായിരുന്നു, പല നമ്പർ പല ഫോണിൽ നിന്നൊക്കെ കേട്ടോ. അതായത് ഒരു ഫോണിൽ നിന്ന് ഒരു നമ്പറിൽ നിന്ന് നമുക്ക് 1 മാസം ഒരെണ്ണേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പല ഫോണിൽ നിന്നൊക്കെ കേട്ടോ ചെയ്തേക്കുന്നത്. പല ഫോൺ അല്ലെങ്കിൽ 2 നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ആ 2 നമ്പർ ഇങ്ങനെയാണ് ഞാൻ ഈ സംഗതികൾ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ അറിയുന്നതിന് മുന്നേ ഈ ഷോപ്സി ആപ്പിനെ കുറിച്ചൊന്ന് പറയാം. ഇതാണ് ഷോപ്സി ആപ്പ് നമ്മൾ തുറക്കുമ്പോൾ കാണുന്ന സംഗതി. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഡെലിവറി അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാവും. അതായത് സെയിലിനൊക്കെ കൃത്യസമയത്ത് കയറി നമ്മൾ ഈ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകാനോ അല്ലെങ്കിൽ സെയിലിൻ്റെ ടൈം കഴിഞ്ഞ് അതിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ ആ ഡെലിവറി ഡീറ്റെയിൽസ് നിങ്ങളുടെ അക്കൗണ്ട് കംപ്ലീറ്റ് ആക്കി വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് ഇത് വരും. പിന്നെ നിങ്ങൾ ഹൈഫൈ എന്ന് പറഞ്ഞത് ഇത് കണ്ടോ, ഈ സാധനം തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഇത് വരും. ആ ഡീൽ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിലൂടെ, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചോദിക്കുക, അതായത് 10-15 എണ്ണം അല്ലെങ്കിൽ 8 ഹൈഫൈസ് വാങ്ങിക്കുന്ന സാധനമൊക്കെ ഉണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ അവർക്ക് അയച്ചിട്ട് അവരെ കൊണ്ട് ഒരു ഹൈഫൈ തരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡീല് നമ്മൾ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഡീല് ക്ലെയിം ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഒരു സാധനം 58 റുപ്പീസ് കണ്ടിട്ടാണ് നിങ്ങളത് ഡീൽ അൺലോക്ക് ചെയ്ത് നിങ്ങൾ ഹൈഫൈ എല്ലാം വാങ്ങി വരുമ്പം അതിനൊരു 200 റുപ്പീസ് ആയി എന്ന് കരുതുക. ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് സംഭവിച്ച കാര്യം കേട്ടോ, എന്നോട് പറഞ്ഞ കാര്യം. അപ്പം നമ്മൾ ആ വില കണ്ടിട്ടാണല്ലോ ആ സാധനം ഓർഡർ ചെയ്തതും ഇത്രയും സംഭവമൊക്കെ ചെയ്തത്. പക്ഷെ വില കൂടി. പക്ഷേ ഈ സാധനത്തിൻ്റെ വില ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ബൈ നൗ കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം, അതായത് ഇപ്പം നമ്മളിങ്ങനെ ഈ ഹൈഫൈസ് എല്ലാം വാങ്ങിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഡീൽ നമുക്ക് ബൈ നൗ എന്ന് കൊടുക്കാം. അപ്പോൾ ആ പൈസ പിന്നെയും കുറയാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതായത് രാത്രി സമയത്ത് അല്ലെങ്കിൽ വെറുതെ റാൻഡമായിട്ട് ഏതെങ്കിലും നേരം നിങ്ങൾ നോക്കുമ്പം അതിൻ്റെ വില കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അതേ വിലയ്ക്ക്, അതായത് നമ്മൾ ആദ്യം കണ്ട 58 റുപ്പീസിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കി നിന്നിട്ട് വാങ്ങിക്കാം. അപ്പോൾ അതാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാൻ അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് കാണിക്കാം കേട്ടോ. ആദ്യം ഞാൻ ഓർഡർ ചെയ്തത് ഇത്, ഞാൻ ₹5 സ്റ്റോർ ഞാൻ ആദ്യമായിട്ട് അലാം ഒക്കെ വെച്ചിട്ട് കൃത്യം ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ കയറിയിട്ട് കണ്ടിട്ട് എനിക്ക് അങ്ങനെ, അതായത് നമുക്ക് ഒത്തിരി സെലക്ട് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ 3 റുപ്പീസ് കണ്ടിട്ട് ഒരു ലിപ്സ്റ്റിക് ഓർഡർ ചെയ്തത് കേട്ടോ. അതായത് ഒരു ബ്രാൻഡ് ഒന്നും അല്ല, പക്ഷെ നമുക്ക് 3 രൂപയ്ക്ക് കിട്ടുന്നതിൻ്റെ ആ ഒരു കൗതുകത്തിൽ ഞാൻ ഓർഡർ ചെയ്ത സാധനം കേട്ടോ. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഓർഡർ ചെയ്തത്. ഞാൻ ഭയങ്കര പ്രതീക്ഷ പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് 3 രൂപയ്ക്ക് എന്ത് കിട്ടിയാലും വലിയ സംഭവമാണെന്നുള്ള രീതി ഇരിക്കുകയാണല്ലോ. ഇതാണ് എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കേട്ടോ. ഞാനത് വെർട്ടിക്കലി ഷൂട്ട് ചെയ്തതുകൊണ്ടാണ് ഞാനിങ്ങനെ സൈഡിൽ ആഡ് ചെയ്യുന്നത്. അതായത് എൻ്റെ മാതാവേ, വേറെന്തോ പ്രൊഡക്റ്റാണ് വന്നത്, അതും യൂസ്ഡ് പോലെ ഇരിക്കുന്നത്, അതും കളറൊക്കെ ഒട്ടും ഇതില്ല. അതായത് ഒരു സാമ്യമില്ലാത്ത കളറും അതിൻ്റെ ടെക്സ്ചറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അതിൻ്റെ ബോട്ടിലാണ്, കമ്പനി വേറെയാണ്, കളർ വേറെയാണ്, ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അത് യൂസ്ഡ് ആയിട്ട് പൊളിഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് രണ്ടാമത് ഞാൻ വാങ്ങിച്ചത് ₹1 ഹൈഫൈ സെയിലിൽ നിന്ന് ഞാൻ വാങ്ങിച്ചൊരു സാധനം കേട്ടോ. ആ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫൈ ആയിട്ട്. അതായത് ഞാൻ ആ ഡീൽ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ₹2 ആയിരുന്നു ഈ നെക്ലേസിന്. അതായത് നെക്ലേസ് വിത്ത് ഇയറിങ്സ് ആട്ടോ. അപ്പം പിന്നെ പക്ഷെ ഞാൻ ഹൈഫൈസ് എല്ലാം കളക്ട് ചെയ്ത് വന്ന സമയത്ത് അതിൻ്റെ വില പിന്നെയും കുറഞ്ഞ് ₹1 ആയി. ₹1 ഞാനത് വാങ്ങിക്കുന്നത്. ഓർഡർ കൊടുത്ത് എനിക്ക് സംഗതി വന്നു.
എൻ്റെ പൊന്നെ എന്ത് രസമാണ്. ഇതാണ് ആ സംഭവം. ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. അത് അടിപൊളി സാധനം, അതായത് ആ ഫോട്ടോയിൽ കാണുന്നതിലും അടിപൊളി ഒരു സാധനം കേട്ടോ എനിക്ക് വന്നത് ₹1. അപ്പം നമുക്കിത് എന്താ പറയുക, ഇത് കംപ്ലീറ്റ്ലി റിയൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ സെയില്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് മോശം പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക, അത് നമ്മുടെ സമയം പോലിരിക്കും കേട്ടോ. പക്ഷേ ഇത് ഈ ₹1 എനിക്കൊരു അടിപൊളി സാധനം കിട്ടി. നല്ലൊരു മാല, അതും അതിന് സ്റ്റോൺസ് ഒന്നും പോയിട്ടില്ല കേട്ടോ. അത് പ്രത്യേകം എടുത്ത് പറയണം നമ്മൾ. കാരണം ചിലപ്പോൾ 100-300 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിച്ചാൽ തന്നെ ചില സാധനം വരുമ്പോൾ അതിൻ്റെ 1-2 കല്ലെങ്കിലും ഇളകിയിട്ടുണ്ടാവും. പക്ഷെ ഇത് ഒരു പ്രശ്നവും ഇല്ല. അതിൻ്റെ ഫുള്ള് സ്റ്റോൺസ് എല്ലാം അവിടെ ഇൻടാക്റ്റ് ആയിട്ടായിരുന്നു. ഇയറിങ്സ് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഹൈ-ഫൈ സ്റ്റോറിലൂടെ വാങ്ങിച്ചു. അതായത് 1100 ബോർഡ് റോക്കേഴ്സിൻ്റെ ഒരു ഹെഡ്സെറ്റാണ്, ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. അത് ഞാനിങ്ങനെ 12 ഹൈഫൈസ് കളക്ട് ചെയ്തിട്ട് എനിക്ക് ₹799 കിട്ടി. അപ്പോൾ അതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അത് നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഒരു കുഴപ്പമില്ല, ബ്രാൻഡഡ് തന്നെയാണ്, അതായത് ഫേക്ക് ഒന്നും ആയിരുന്നില്ല, പക്ക ബ്രാൻഡഡ്. അവർ ആ ഡീലിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര വിലക്കുറവ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ₹199 ₹1,099 പ്രോഡക്റ്റ്, ₹1,099 പ്രോഡക്റ്റ് എനിക്ക് ₹799 കിട്ടി. അതൊന്ന് ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ്. ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം, ബോട്ടിൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നല്ലൊരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതാട്ടോ ഈ കാണുന്നത്. പിന്നെ ഞാൻ ആ ₹5 ലൂട്ട് സ്റ്റോറിൽ നിന്ന് ഒരു ഇയറിങ്സ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത്, അതായത് ഈ വീഡിയോ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ സൈഡിൽ കാണിക്കാട്ടോ. അതായത് ഞാൻ എന്താണ് ഓർഡർ ചെയ്തത്, ആ സംഭവം എനിക്ക് കിട്ടിയപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് വരികയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. ഇതാണ് ഷോപ്സിയുടെ ലൂട്ട് സെയിലിനെ കുറിച്ചൊക്കെ സംസാരിക്കാനുള്ളത്. ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യന് ഉത്തരം എന്ന് പറഞ്ഞാൽ ഇത് റിയൽ ആണ്. ഒരു സെമി റിയൽ എന്ന് പറയാം. അതായത് സംഭവം നിങ്ങൾക്ക് എന്തായാലും വരും നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് എല്ലാ വട്ടവും വരണമെന്നില്ല. സംടൈംസ് നിങ്ങൾക്ക് ഫേക്ക് പ്രോഡക്റ്റ്സ് ആയിരിക്കും. എനിക്കൊരു മനസ്സിലാക്കിയത് വെച്ചിട്ട് നിങ്ങൾ ഈ എന്താ പറയുക, ലിപ്സ്റ്റിക് അങ്ങനത്തെ മേക്കപ്പുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രദേശത്തോട്ട് പോകുന്ന ഒരു സാധനവും വാങ്ങിക്കരുത്. ആ പ്രദേശത്തോട്ട് പോകുന്ന ഒരു സാധനവും നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക. അതിന് പകരം ഇങ്ങനെ ഇയറിങ്സ് അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. കാരണം എനിക്കൊന്ന് റോഡ് സൈഡിൽ പോലും ഇത്ര വിലക്കുറവിൽ കിട്ടത്തില്ല, അത്ര വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.